ഫസ്റ്റ് സൂപ്പർ എക്സൈറ്റഡ്. വേറൊരു കൺട്രിയിൽ ആദ്യമായിട്ടല്ലേ പോകുന്ന കണ്ടുപിടിച്ചു. മെല്ലെ മുട്ടായി കണ്ടിടോ. ഒരു ഭയങ്കര വലിയ അബദ്ധം പറ്റി. എന്താ പറ്റിയത് പറയൂ. അയ്യോ, അപ്പൊ നമ്മളിതാ ബാംഗ്ലൂർ എയർപോർട്ടിലുള്ളത്. നെക്സ്റ്റ് ഡൽഹിയിലേക്ക് പോവാണ്. ഡൽഹിയിൽ നിന്ന് എന്താന്നുള്ളത് നിങ്ങക്ക് കാണാം. ഇതിലുണ്ട്. അതെ, പറയാൻ ഒറ്റ കുത്തരും. ഇതാ നമ്മൾ രണ്ടാളും ഡ്രസ്സൊക്കെ മാറ്റി. ഇതാണ് നിന്റെ എന്തായിരുന്നു എയർപോർട്ട് ലുക്ക്. ഓക്കെ, പക്ഷെ നമ്മളത് ഇതാ ഗേറ്റ് നമ്പർ 28 ആണ്. അതെ, നിന്നെ ഞാൻ ഷോ ചെയ്യാൻ സമ്മതിക്കുന്നില്ല, മനസ്സിലായ? കേട്ടോടി. ഓക്കെ, സോ നമ്മളിതാ പോവാണ്. നിങ്ങൾക്ക് ഗസ് ചെയ്യാനുള്ള ടൈം ലാസ്റ്റ് മിനിറ്റ് മാത്രം ഗസ് ചെയ്യൂ അല്ലേ? കമന്റിൽ ഗസ് ചെയ്യും. നസിത്ത നമുക്ക് കൊണ്ടുവന്ന എന്തൊക്കെയാ? ദുബായ് കുനാഫ. ദുബായ് കുനാഫ ചോക്ലേറ്റ്. ഇത് എടുത്തോ. അത് എടുത്തോളാം. ഇതേതാ? ഡാർക്ക് ചോക്ലേറ്റ് എനിക്ക് ഇഷ്ടമല്ലല്ലോ. സോ അതെ, ഇതും എന്താണ് ഒന്ന് ഉണ്ണിക്കുട്ടനായിട്ടുണ്ടല്ലോ. മുടിയെല്ലാം കൂടെ എന്താക്കിയതാ? ടൈം എടുക്കുന്നുള്ളു. ഇനി പല്ലും പല്ലുമായി വായി തുറക്ക്. എവിടെയാണ്? ഇവിടെ സെന്ററില്. ഇങ്ങനെ ഞാനിവിടെ 22B. അത് കഴിഞ്ഞിട്ട് മറിയോ അപ്പുറത്തായി. ഇതാണെങ്കിൽ അതിൻ്റെ മുന്നിലും മറിയത് അവിടെയായി. അങ്ങനെ നമ്മൾ ഡൽഹി എയർപോർട്ടിലെത്തില്ലേ? ഓ, നിനക്ക് വേണ്ടി ഫ്ലൈറ്റ് മോളുന്നില്ലേ? പതിയെ എടുത്ത് താഴത്ത് ഇങ്ങനെ എടുത്ത് വെക്കാം. ഇഷ്ടപ്പെടുന്നില്ല? അപ്പൊ ഇനി എവിടേക്കാ നമുക്ക് പോകേണ്ടത്? അടുത്തതാണ് ഇനി നമുക്ക് പോവേണ്ടത് അല്ലേ? പ്ലെയിനിന്റെ വർക്ക്ഷോപ്പ് കണ്ടിട്ടുണ്ടോ? അവിടെ ഉണ്ടോ? വാ, നമുക്ക് ഇന്റർനാഷണൽ ട്രാൻസ്ഫറിലാണ് പോകണ്ടേ. നമുക്ക് ഫ്ലൈറ്റ് ഉള്ളത് ടെർമിനൽ 3 എന്നാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മളിതാ പുറത്ത് വന്നിട്ട് ഷട്ടിൽ ബസ്സിൽ കയറിയിട്ട് നേരെ അവിടെ പോകും. ആർ യു എക്സൈറ്റഡ് ഫോർ ഇന്റർനാഷണൽ ട്രിപ്പ്? വേറൊരു കൺട്രിയിൽ ആദ്യമായിട്ടല്ലേ പോകുന്ന അതിന്റെ എക്സൈറ്റ്മെന്റ് എനിക്കുണ്ട്. ഉണ്ടോ? നമ്മളിതാ ടെർമിനൽ 3യിലേക്ക് പോകട്ടോ. അങ്ങനെ ഞങ്ങള് ടെർമിനൽ 3 എത്തി. എന്നിട്ട് ഭക്ഷണം കഴിക്കണ്ട നമുക്ക്. 2 ആണ്, അടുത്തായിരിക്കും. യെസ്. അപ്പം നമ്മളിതാ ലഞ്ച് കഴിക്കും. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതാ 2 മസാല ദോശ. അതും ഞാൻ ആസ്വദിച്ച് കഴിച്ചിട്ടില്ല, അറിയോ? നിന്നെ കൊണ്ട്. ഇവള് ഞാൻ 2 മേടിച്ചിട്ട് ഇവള് ഇന്നൊറ്റക്കാക്കി ഒരു സ്ഥലത്തായിട്ട് പോയി. എന്നിട്ട് ഞാൻ ഒറ്റയ്ക്ക് ഇത് പെറുക്കി ഇവള് വരുന്നുണ്ടോ നോക്കി കഴിക്കരുത്. നമ്മളൊരു KFC ഓർഡർ ചെയ്തിട്ട് അവിടെ അല്ലേ? അതാ ഇമിഗ്രേഷന് നമ്മൾ കയറാണ്. ഫസ്റ്റ് ഇമിഗ്രേഷൻ. പക്ഷെ തൊട്ട ബാക്കിൽ 2 പാസ്പോർട്ട് ഫുള്ള് തീർന്ന ആളുണ്ട് കേട്ടോ. സെക്യൂരിറ്റി ചെക്കിങ്ങിൽ ഒരു സംഭവം ഉണ്ടായിട്ടോ. അതായത്
ഒരു പറഞ്ഞത് പൗഡർ പാക്കറ്റ്സ് എന്താ ഉള്ളതെന്ന് ചോദിച്ചത്. അപ്പൊ പിന്നെ ഒന്നുമില്ല, അതില് ഡ്രസ്സാണ് മുപ്പത്തിയേഴ് പറഞ്ഞു. അപ്പൊ ഓക്കെ, അത് കഴിഞ്ഞിട്ട് പിന്നെ തുറന്നു നോക്കിയപ്പോ ഇഞ്ചി വെളുത്തുള്ളി അതൊക്കെ കഴിഞ്ഞു. ഇതേപോലെ തന്നെ നമ്മുടെ പെട്ടിയിലാണെന്നുണ്ടെങ്കിൽ തുറന്നു കഴിഞ്ഞാൽ കോമഡിയാവും. അതായത് അരി, പലചരക്ക് സാധനങ്ങൾ, മുളക് പൊടി, മഞ്ഞപ്പൊടി, ചിക്കൻ മസാല, മീറ്റ് മസാല. ഫുഡ് ഉണ്ടാക്കാൻ പോവാൻ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് പോകാൻ തോന്നുന്നുണ്ടല്ലേ? നോക്ക് എന്താണെന്ന്. ടിപ്പിക്കൽ മല്ലു. ഫ്രീ ആയിട്ട് എന്തെങ്കിലും കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ? മറിയൂ, ഡാറ്റ ഇല്ലേ നിനക്ക്? പക്ഷെ ഫ്രീ ആയിട്ട് എന്തെങ്കിലും കിട്ടുക പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ? ഓരിതാ അവിടെ ഇരുന്നു, ഞാനിതാ ഇവിടെ. ഉറങ്ങാം, സുഖമായി ഉറങ്ങാം. ഇത് വരുന്നത് അസൂയക്കാരത്തി. ഓരിതാ അവിടെ ഇരുന്നു, ഞാനിതാ ഇവിടെ. ഉറങ്ങാം, സുഖമായി ഉറങ്ങാം. ഇത് വരുന്നത് അസൂയക്കാരത്തി. എന്ത് സുഖമായിട്ട് ഉറങ്ങാം. എനിക്ക് ചാർജ് ചെയ്യണ്ടേ? മറിയോ ചൈന എവിടെയാണ്? ചൈന ഇവിടെ അടുത്തല്ല. അപ്പൊ പിന്നെ എന്തിനല്ല നമ്മളിങ്ങനെ ഇതാക്കണേ? അല്ല, വെയിറ്റ് ചെയ്ത് നമുക്ക് ബസ്സിൽ തൊട്ടടുത്താണ്. ബേബി എനിക്ക് കാണിച്ചു തന്നില്ലേ അന്ന് തോശി പോയപ്പോ ചൈന അവിടെയാണത്. അതെ, ഞാൻ പറയണ ഒക്കെ വിശ്വസിക്കൂ. നല്ല കുട്ടിയാണ്. ചെയ്യാനാ. സോ നമ്മളെ ടൈം ഇനി 1 മണിക്കൂർ കൂടി ഇവിടെ വെയിറ്റ് ചെയ്താൽ മതി. നമ്മളെ വരുന്ന ടൈമിൽ ഓരോ ട്രാൻസ്ഫർ ഒക്കെ ഉണ്ടാവുമ്പോൾ ചിലടത്ത് നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് ഇങ്ങനെ വരുന്നതിനെ കൊണ്ട് കൂടുതൽ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ ലോഞ്ചിൽ പോകാനാണെന്നുണ്ടെങ്കിൽ ലോഞ്ചിൽ പോകാനുള്ള ടൈമും ഇല്ല. ഒരു 4 മണിക്കൂറൊക്കെ അല്ലേ ഉള്ളൂ. അതിൻ്റെ ഇടയിൽ തന്നെ 2.5-3 മണിക്കൂറോളം നമ്മുടെ ഈ റണ്ണിങ്ങും ഇതൊക്കെ കൂടി ആയിട്ട് ബാക്കി ഇനി വന്നു. പക്ഷേ താങ്കളുടെ ഫസ്റ്റ് ഇന്റർനാഷണൽ വലതുകാലം വെച്ച് ഫ്ലൈറ്റ് കയറണേ. ഇത്ത വലതുകാലം അതാ. അതെങ്ങനെ ഫ്ലൈറ്റ് പൊങ്ങും താഴത്ത് ലാൻഡ് ചെയ്യും. അത് ഭയങ്കര ഇതിനെക്കാട്ടി ഡബിൾ ആയിരിക്കും അന്ധകാലം പോകുമ്പോ അല്ലേ? ഫീൽ ആയിരുന്നു. അതെ, അപ്പൊ അതേപോലെ അതിന്റെ ഒരു ചെറിയ അംശം എനിക്കുണ്ട്. അതെ. 8:20 ഇതല്ലേ? എൻട്രി കാർഡ് അടിക്കുക കേട്ടോ നമ്മള്. ഇവിടെ തകൃതിയായിട്ട് നടക്കുന്നത് നമ്മുടെ എൻട്രി ആണ് കേട്ടോ. ഡിപ്പാച്ചർ 11th. യെസ്. അപ്പം അത് തകൃതിയായി നടന്നുകൊണ്ടിരിക്കണം. പിന്നെ ഞങ്ങൾക്ക് ഇതാ കഴിഞ്ഞതിലൊക്കെ മിക്സ്ഡ് ആയിട്ട് പല സ്ഥലത്ത് വരുന്നു. ഇപ്രാവശ്യം ഞങ്ങൾക്ക് എനിക്ക് വിൻഡോ സീറ്റ്, മറിയൊരു മിഡിൽ സീറ്റ്, താത്തൊക്കെ എങ്ങനെയൊക്കെ ആണ്. പക്ഷെ ഞാൻ സ്ഥലം പിടിച്ചാഞ്ഞു. എവിടെ പോണത് ഇനിയെങ്കിലും ഒന്ന് പറയും. അതെവിടാണ്? എന്തായാലും ഫ്ലൈറ്റ് ഇതാ പൊങ്ങി. ഇനി താഴുമ്പോ നിങ്ങക്ക് എന്തായാലും മനസ്സിലായി. പൊങ്ങുമ്പോ എനിക്ക് പ്രശ്നമില്ല, താഴുമ്പോഴാണ് എനിക്കിങ്ങനെ ഇതില്ല ഭയങ്കരമായിട്ട്. നീ അവിടെ ഒന്നാ ഞങ്ങളിങ്ങനെ താഴത്തേക്ക് പോയിക്കോളാം. നേരത്തെ ഇറക്കിയതല്ലേ? അടുത്ത റൈസ് കുപ്പിയിലെടുത്ത് വെച്ചോ. അടുത്ത റൈസ് അല്ല, അത് ഇതില് കിട്ടിയില്ലായിരുന്നു. ഇതില് കിട്ടിയില്ലായിരുന്നു. ഇതിലേക്ക് വെച്ചതാ. ഇതിലേക്ക് കണ്ടോ? ഞാൻ നിന്നെ നാളെ എവിടെയെങ്കിലും ഇറക്കി വിടുക. ആശാനൊരു അബദ്ധം പറ്റി. സാരല്ല, ഇപ്പം സർപ്രൈസ് ആയില്ലേ ഫസ്റ്റ് ഇന്റർനാഷണൽ യാത്ര. അത് വിട്. ചിൽ 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 ചിൽ. അതെ, കരയാനും പറ്റുന്നില്ല. നിങ്ങൾ ആരെങ്കിലും മെല്ലെ മുട്ടായി കണ്ടിടോ? ചോക്ലേറ്റ് അതെ അതെ റോഷൻ. നിങ്ങളടുത്ത് ഞാൻ മുമ്പ് ഏൽപ്പിച്ചത് നിങ്ങൾ കളഞ്ഞില്ല എന്ന് തോന്നുന്നുണ്ട് അല്ലേ? എന്റെ ചോക്ലേറ്റ് എങ്ങനെയുണ്ടെന്ന് ഞാൻ തന്നെ നോക്കട്ടെ. എങ്ങോട്ട്? റോഷന നല്ല ഓറഞ്ചിന്റെ മണം. ആരോ ഓറഞ്ച് തൊലിച്ചിട്ടുണ്ട്. മണം. യെസ്.
നേരത്തെ നിങ്ങൾ കണ്ടത് നമ്മൾ ചൈനയിലേക്ക് വരുമ്പോൾ അറൈവൽ കാർഡ് കേട്ടോ. അതിവിടെ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഞാൻ ചെയ്തിരുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ ഇറങ്ങി കഴിഞ്ഞിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക ചെയ്തത്. ഇപ്പോൾ ഓൺലൈൻ ചെയ്യണം. യെസ്, ഒരു ഭയങ്കര വലിയ അബദ്ധം പറ്റി. എന്താ പറ്റിയത് പറയൂ? ഫ്ലൈറ്റിൽ കയറിയപ്പോൾ ജസ്റ്റ് 16,000 റുപ്യ വേറെ ആർക്കൊക്കെ കൊടുത്തു അല്ലേ? ആകെ പണിയായി. അതെ, ഫൈനലി ഇമിഗ്രേഷൻ ഒക്കെ കഴിഞ്ഞ് ഇനി ലഗേജ് കളക്ട് ചെയ്ത് നേരെ പോവാ നമുക്ക് കേട്ടോ. ടീം വന്ന് എന്നെ അവിടെ നിന്ന് പിടിച്ച് പുറത്താക്കിയതാ. അതിന്റെ ബാക്കിൽ ഞാൻ നിന്നപ്പോ ഓടിച്ചു വിട്ടു. 7-Eleven അവിടെ പോയിട്ട് കെട്ടന്ന് ഉറങ്ങിയാ മതി. ആണല്ലേ? കാലൊക്കെ ഇത്താടെ കാലൊക്കെ നീര് പോട്ടെ. അല്ല പറയൂ, എന്താണ് എന്റെ അവസ്ഥ? കണ്ടിട്ട് ചൈന കഴിഞ്ഞ് കാണാൻ പറ്റിട്ടില്ലല്ലേ? ഈ ബിൽഡിങ്ങുകളൊക്കെ അല്ലേ കണ്ടിട്ടുള്ളൂ. Your name? Chan. Chan. Nice name. Chan. Chan. കണ്ടില്ലേ? ഇതാ നമ്മളെ സാധനങ്ങള് ബാക്കിൽ നിറച്ച്. We are from India. Yes. Hindu. No, Muslim. Oh, Muslim. Yeah. Muslim. Yeah. India. ടാക്സി ഒക്കെ ടാക്സി നമ്മളെ നാട്ടിലെ നോർമൽ ആൾക്കാർ എടുക്കുന്ന വണ്ടികളാണ് ഇവിടുത്തെ ടാക്സി. ടാക്സികള് ഇനി എന്തൊക്കെ കാണാൻ കിടക്കുന്നത്. കേരള, സൗത്ത് ഇന്ത്യ. കേരള. Yeah. കേരള. കേരള. Give me. We are from Kerala. 哦，加尔各答。好的，这句英文是 We are from Kerala. ഇവര് ട്രാൻസ്ലേറ്റേഴ്സ് യൂസ് ചെയ്യും. അങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാ. കണ്ടാ, ഇത് മറ്റേ ഇത് ഇതാക്കുന്നത്. ഫൈനലി നമ്മളിതാ ഫ്ലാറ്റിൽ എത്തിയിരിക്കുകയാണ്. ഇനി നിങ്ങൾക്ക് കുറെ ചോദ്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ അതൊക്കെ ഇനി നെക്സ്റ്റില് നമ്മളല്ലേ ആൻസേഴ്സ് പറഞ്ഞുതരാം. നെക്സ്റ്റ് പറഞ്ഞുതരാം. അതേപോലെ തന്നെ ടൂ മച്ച് ടയർഡ്. 3 days ആയി നമ്മുടെ യാത്ര അല്ലേ? അതെ, ഇനിയും ഒരുപാട് കഥാപാത്രങ്ങളൊക്കെ വരാണ്ട്. അപ്പൊ നമ്മുടെ ഫ്ലാറ്റ് ടൂർ വേണമെന്നുണ്ടെങ്കിൽ അത് പറയണം അല്ലേ? അപ്പൊ മുസ്തഫ വരും, വേറൊരാളും കൂടി കാണിച്ചു തരാം. മുസ്തഫ, വാലേക്കും അസ്സലാം. യെസ്. അപ്പൊ അതെ, അപ്പൊ ഇത്രേ ഉള്ളൂ. ബാക്കി നമ്മൾ അടുത്ത വീഡിയോയിൽ കാണാം. അപ്പൊ എന്തായാലും ഞങ്ങൾ പോയി ഒന്ന് വെള്ളം കണ്ട് ഒരു ജീവിതത്തിലേക്ക് തിരിച്ചു വരട്ടെ അല്ലേ? യെസ്, അതെ. ഓക്കെ, അപ്പൊ എന്തായാലും ബൈ.